ഈ വിഷ്ണുമായൻ ഇതിൽ ഒരുപാട് ദേവസ്ഥാനങ്ങളുണ്ടല്ലോ, ഈ ആൻസിസ്റ്റർ ആയിട്ടുള്ള പഴയ ദേവസ്ഥാനങ്ങളുണ്ട്. അവിടെ ഇതുപോലെ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ പോകുമ്പോൾ അത്രയും ഭീകരമായിട്ടുള്ളൊരു തുകയാണ് അവർ പറയുന്നത്. അത് അവരുടെ ബിസിനസ്സാണ് അവിടെ നടക്കുന്നത്. അവരുടെ ബിസിനസ് പരമായിട്ട് നടക്കുന്ന സ്ഥലങ്ങൾ ഒരുപാടുണ്ടല്ലോ. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ കൊടുക്കാൻ നിന്നിട്ടല്ലേ അവർ മേടിക്കാൻ നിൽക്കണം. കൊടുക്കാതെ എന്തായാലും മേടിക്കുകയല്ല. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ, ഇത്ര പൈസ തന്നില്ലെങ്കിൽ നിങ്ങൾ മൊത്തം നശിച്ചു പോകുന്ന പറയുന്ന ആളുകൾ വെറുതെയാണ്. അതൊക്കെ വെറുതെ നിങ്ങൾ കൊടുക്കാൻ നിന്നിട്ട് തന്നെയാണ് അവർ മേടിക്കുന്നത്. നമ്മളിവിടെ നടത്തുന്നതായിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ പൂജാപരമായിട്ടുള്ള കാര്യങ്ങളുടെ ചെലവ്. എൻ്റെ അവിടെ ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞാൽ 20,000-25,000 രൂപയുടെ ചിലവാണ് വന്നത്. ഏറ്റവും ടോപ്പ്. ഒരു ചെറിയ പൂജയ്ക്ക് എന്ന് പറഞ്ഞാൽ 5,000 രൂപയുടെ പൂജ വരുള്ളൂ. ഒരു ദിവസം പൂജക്ക് 5,000 രൂപ. അതവിടെ സാധനത്തിന് ആ കാശാവും. നിങ്ങൾ മേടിച്ചിട്ട് വന്നാലും ഞങ്ങൾ പൂജ നടത്തും. അതിന് പ്രത്യേകിച്ച് ദക്ഷിണാപരമുണ്ട്. അവിടെ കാണിക്കാൻ വീഴുന്നതായിട്ടുള്ള പൈസയാണ് ഞങ്ങളുടെ ചിലവ് കാശായിട്ട് വരുന്നത്. അത് മതിയെന്നേ. എന്തിനാ അമിതമായിട്ട്? ഒരാൾ 10 കിലോ അരിയുടെ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. ഒരു ദിവസം ഞാൻ പറയില്ല, എനിക്ക് ഒരു ദിവസം എങ്ങനെയൊക്കെ ചുരുക്കി പിടിച്ച് എനിക്ക് ഒരു 10-200 ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകും.